अच्छा अवसर दिया है। നമ്മൾ ഒരിക്കല് ഒരു ക്ലാസ് എടുത്തിരുന്നു, പ്രാർത്ഥനയിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നത് എന്നതിനെ കുറിച്ച്. एक बार हमने एक क्लास लिया था जिसमें प्रार्थना में आत्मा कैसा सहायता करता है उस विषय में। നമ്മള് റോമലേഖനം 8:26 ആസ്പദമാക്കി നമ്മള് ഒരു ക്ലാസ് എടുത്തിരുന്നു. रोमियो का पुस्तक 8वां अध्याय में लिखा हुआ वाक्य के अनुसार ഇന്ന് ആരാധനയിൽ എങ്ങനെയാണ് കർത്താവിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്നത്, പ്രാർത്ഥനയിൽ സഹായിക്കുന്നത് പോലെ ആരാധനയിൽ നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് സഹായിച്ചില്ല എങ്കിൽ അത് ആരാധനയാകത്തില്ല. അപ്പോൾ ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് അറിയാവുന്നത് കൊണ്ട് ആരാധിക്കുന്നെങ്കിൽ അത് ആരാധനയാകത്തില്ല. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ദൈവാത്മാവ് മനസ്സിലാക്കി തരാതെ പ്രാർത്ഥിച്ചാൽ അത് പ്രാർത്ഥനയാകത്തില്ല എന്നതുപോലെ തന്നെയാണ്. നമുക്കത് റോമാലേഖനം 8:26 വായിക്കുന്നത് പോലെ അതുകൊണ്ട് ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു, വേണ്ട പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ലല്ലോ. तो जैसा प्रभु प्रार्थना में हमें सहायता करता है उसी रीति से आराधना में भी है प्रभु हमें सहायता करता है। जो आज का विषय है आराधना में प्रभु कैसा हमें सहायता करने के विषय में, वो पवित्र आत्मा की मदद से है। जैसा हम लोग रोमियो का पुस्तक 8 में पढ़ते समय में हम पढ़ते हैं कि किस रीति से आत्मा हमें प्रार्थना करने नहीं मालूम और आत्मा है जो सहायता करता है प्रार्थना करने के विषय में। അപ്പോൾ ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ റോള് എങ്ങനെയാണ്, ആത്മാവ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നത് വചനത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു സ്വച്ഛാരാധന അല്ലെങ്കിൽ സ്വയ ആരാധന നടത്താൻ കഴിയുകയില്ല. നമ്മുടെ ആരാധനയ്ക്ക് സ്വർഗം മാർക്കിടുന്നത്, സ്വർഗം അംഗീകരിക്കുന്നത് ആത്മാവിലുള്ള ആരാധനയാണ്. तो जब आत्मा जब हमें सहायता करता है सही रीति से आराधना करने के लिए है, क्योंकि फिर वो ऐसा है तो फिर हमारा स्वयं का कुछ आराधना नहीं होता बल्कि वो आत्मा के मदद से है। सच्चा आराधना परमेश्वर की उपस्थिति में हम प्रस्तुत करते हैं जो परपिता परमेश्वर चाहता है। നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ജഡത്തിലൊരു അറിവുണ്ട്. ആ ജഡത്തിലുള്ള അറിവ് ജഡത്താൽ ജനിച്ച ജഡമാണ്, ആത്മാവിൽ ജനിച്ച ആത്മാവാണ്. അപ്പൊ എല്ലാവിധമായ ദൈവികമായ എല്ലാ പദ്ധതിയിലും പരിശുദ്ധാത്മാവിന്റെ റോള്, സഹായം നമുക്ക് ലഭിക്കും. അതിനാണ് നമുക്ക് ആത്മാവിനെ തന്നിരിക്കുന്നത്. तो हम जानते हैं कि पवित्र आत्मा है जो सब विषय में हमें मदद करता है, हमें सहयोग करता है, इसीलिए वो हमें आराधना के विषय में भी सही रीति से मदद करता है। जो आत्मा का काम है, रोल है, उसमें प्रकट होता है। പഴയ നിയമത്തിലെ ആരാധനയിൽ പ്രധാനമായിട്ടും അത് ഒരു ശാരീരമായിട്ടുള്ള ആരാധനയായിരുന്നു. അവർക്ക് ബാഹ്യമായ ആരാധന ചട്ടങ്ങളുണ്ട്, ഒരു മഹാപുരോഹിതനുണ്ട്, ബാഹ്യമായിട്ട് അവർക്ക് ആരാധന സ്ഥലമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ എല്ലാം ആത്മീയമാണ്, എല്ലാം സ്വർഗീയമാണ്. പരിശുദ്ധാത്മാവിന്റെ കംപ്ലീറ്റ് സഹായത്താലാണ് ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. तो पुराने नियम में हम देखते हैं कि आराधना करते समय में सब शारीरिक रीति से होता था। शारीरिक मंदिर था, शारीरिक याजक था, शारीरिक बलिया होता था, सब शारीरिक रीति से होता था। परंतु नए नियम में आराधना जब देखते समय में सब आत्मिक है, सब स्वर्गीय रीति से होता है, आत्मा में होता है। അപ്പം ആരാധനയിൽ നമ്മുടെ മനുഷ്യാത്മാവും നമ്മുടെ മനുഷ്യദേഹിയും നമ്മുടെ മനുഷ്യ ശരീരവും ഇൻവോൾവ് ആകുന്നുണ്ട് ആരാധനയിൽ. तो आराधना में रहते समय में हमारा मनुष्य आत्मा, मनुष्य प्राण और मनुष्य देह तीनों का भाग है उसमें। അപ്പോൾ പ്രധാനമായിട്ടും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യാത്മാവാണ് ആരാധനയിൽ ദൈവവുമായിട്ട് സ്പർശിക്കപ്പെടാൻ ഉത്തേജിക്കപ്പെടേണ്ടത്. परंतु आराधना में जब नए नियम में जब हम आराधना में रहते समय में मनुष्य का आत्मा है जो सबसे ज्यादा आराधना की उपस्थिति में आराधना में रहते समय में उत्तेजना से कार्य करने का जो प्रभाव डालता है। ഇവിടെ ആരാധനയ്ക്ക് എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ പാവങ്ങളെ പരിഹരിച്ചതും നമ്മളെ എങ്ങനെ രക്ഷിച്ചതും ഒക്കെയുമുള്ള മനോബോധം നമുക്കുണ്ടായിട്ട് ആത്മാവിന്റെ പ്രേരണയാലാണ് നമ്മളെ ദൈവത്തെ, പിതാവായ ദൈവത്തെ ക്രിസ്തു മൂലം നമ്മൾ ആരാധിക്കുന്നത്. तो यीशु मसीह का क्रूस का जो मृत्यु किस रीति से वो कार्य कर रहा है करके पवित्र आत्मा हमें वो बातों को प्रकट कराकर है हम लोग पिता की उपस्थिति में आराधना का भेंट चढ़ाते हैं। അപ്പൊ നമുക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ പ്രധാനമായിട്ടും മനസാക്ഷിയാണ് ഈ ആത്മാവിന്റെ പ്രധാന ഭാഗം. അപ്പം
നമ്മുടെ മനസാക്ഷിയെ പരിശുദ്ധാത്മാവ് സഹായിച്ചില്ല എങ്കിൽ നമ്മുടെ ആരാധന വെറും ജഡീകമായിട്ട് തീരും. അപ്പൊ നമുക്ക് 9-ാം അധ്യായം, എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാം. तो इसके लिए नए नियम में किस रीति से आत्मा को सहायता करता है करके हम देखेंगे। खास रीति से जब आत्मा करके मनुष्यात्मा बोलते समय में वो नए नियम में प्रभु विवेक के विषय में वचन विवेक को दर्शाते हुए वो कहता है। तो वो आत्मा अगर हमारे आत्मा में पवित्र आत्मा हमारे मनुष्य आत्मा के विवेक में अगर वो सहायता नहीं करता, कार्य नहीं करता, तो हम सही रीति से आराधना नहीं कर पाएंगे। उदाहरण के लिए हम एक वाक्य पढ़ेंगे इब्रानी का पुस्तक 9 का, हिब्रूस 9 9-ന്റെ 14-ാം വാക്യം. उसका 14 में हम पढ़ते हैं, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അപ്പോൾ ആരാധനയ്ക്ക് നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എന്നാണ്. പഴയ നിയമത്തിൽ അങ്ങനെയല്ല. അപ്പം നമ്മളെ പുതിയ നിയമ ആരാധനയും പഴയ നിയമ ആരാധനയും അവിടെ 13-14 വാക്യങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. तो इसके लिए उसका 14 में पिछले समय में तो मसीह का लहू जिसने अपने आप को सनातन आत्मा के द्वारा परमेश्वर के सामने निर्दोष चढ़ाया, तुम्हारे विवेक को मरे हुए कामों से क्यों ना शुद्ध करेगा, ताकि तुम जीवित परमेश्वर की सेवा कर सके। तो ये नए नियम में है जो ये कार्य हमारे विवेक को शुद्ध करके आराधना करता है। पुराने नियम की बात हम पढ़ते समय में 13 वाक्य में पढ़ते हैं पुराने नियम में कैसा आराधना होता था। പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ അല്ലെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരെ ആ രീതിയിൽ സഹായിച്ചില്ല. കാരണം അവർക്ക് മോശയുടെ നിയമമുണ്ട്. ആ മോശയുടെ നിയമം പാലിച്ചാൽ മതി. അത് ശരീരത്തിന്റെ ശുദ്ധീകരണമാണ് അവിടെ പഴയ നിയമത്തിൽ ഉദ്ദേശിച്ചത്. അതാണ് 13-ാം വാക്യം വായിക്കുന്നത്. ആട്ടുകൊറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനപ്പെട്ടവരിൽ തളിക്കുന്ന പശുഭക്ഷണവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ. അപ്പം പഴയ നിയമത്തിലും ശുദ്ധീകരണം ആവശ്യമാണ് ആരാധനയ്ക്ക്. അവർ ആരാധിക്കാൻ വരുമ്പോൾ അവർക്ക് ജഡത്തിൽ അവർക്ക് ശുദ്ധീകരണം വേണം, ശരീരത്തിൽ ശുദ്ധീകരണം വേണം. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ലഭിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടുന്നത് എന്ന് പരിശുദ്ധാത്മ സഹായത്തോടെ മനസ്സിലാക്കുമ്പോഴാണ് അത് ക്രിസ്തുവിന്റെ രക്തം ആവശ്യമാണ്. അപ്പം എന്റെ മനസ്സാക്ഷിയുടെ ശുദ്ധീകരണത്തിന് യേശു ക്രിസ്തു രക്തം ചിന്തി, കാൽവറി ക്രൂശിൽ രക്തം ചിന്തി എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സാക്ഷിക്ക് ഉത്തേജനം നൽകുമ്പോൾ നമ്മൾ ആരാധനയ്ക്ക് തയ്യാറായി, അല്ലെങ്കിൽ ആരാധന റെഡിയായി. तो पुराने नियम में क्या होता है कि पढ़ते समय में वो क्योंकि जबकि बकरे और बैलों के लहू और कलहरों के रक्त अपवित्र लोगों के ऊपर छिड़का जाने पर शरीर का शुद्धता के लिए पवित्र करते थे। तो पुराने नियम में शुद्धता का कार्य होता था, पवित्रता का कार्य होता था, परंतु वो शारीरिक रीति से होता था। जैसे नए नियम में विवेक को शुद्ध करके परमेश्वर की उपस्थिति में निर्दोष रखने का अवस्था वैसा नहीं होता था। वो सिर्फ शारीरिक रीति से पुराने नियम में होता था, जिसके वजह से लोगों को सिर्फ व्यवस्था में लिखा हुआ बातों को पूरा करना, जो मूसा ने बताया था वही बातों को पूरा करना जरूरत पड़ता था। परंतु नए नियम में वैसा नहीं है। यीशु मसीह का लहू के द्वारा जो हमारे लिए जो कार्य किया है उसका बोध क्या करता है, हमारे विवेक को शुद्ध करता है, ताकि हम लोग जीवित परमेश्वर की सेवा कर सके। അവിടെ ഡെഡ് വർക്ക്സ് എന്നുണ്ട്. ഡെഡ് വർക്ക്സ്, അതായത് നമ്മുടെ മനസ്സാക്ഷി നമ്മുടെ ശരീരവുമായി നമ്മുടെ മനസ്സ് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി അശുദ്ധമാക്കപ്പെടും. അതുകൊണ്ട് ആരാധിക്കാൻ വരുമ്പോൾ നമുക്ക് പഴയ നിയമത്തിൽ യഹൂദന്മാരെ ശരീരം ശുദ്ധീകരിക്കുന്നത് പോലെ പുതിയ നിയമത്തിൽ നമ്മുടെ മനസ്സാക്ഷി, കാരണം ദൈവത്തിന്റെ നിവാസം ഇപ്പോൾ നമ്മുടെ ആത്മാവിലാണ്. അപ്പോൾ നമ്മുടെ മനസ്സാക്ഷി ഏതെങ്കിലും നിലയിൽ കളങ്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവ് സഹായിക്കുകയാണ്. നിന്നിൽ ആശ്രയിക്കരുത്, യേശു ചിന്തിയ രക്തം അവിടെ തളിച്ചു. അവിടെ മുകളിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവിടെ മല്ലപ്പെട്ടവന്മേൽ തളിക്കുന്ന പശുഭസ്മം. ഇതുപോലെ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ചിന്തിയ രക്തം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ തളിക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, അപ്പൊ ആ ഒരു ഉൾക്കാഴ്ച തരുന്ന പരിശുദ്ധാത്മ. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സാക്ഷി യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതുകൊണ്ട് നമ്മൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് അടിസ്ഥാനം കിട്ടിക്കഴിഞ്ഞു. तो हम 14 वाक्य में पढ़ते समय में वहां पर मरे हुए काम करके का भाग को हम पढ़ते हैं। ये मरे हुए काम के हमारे अंदर होने की वजह से क्या होता है, हमारे विवेक अशुद्ध हो जाता है। तो जैसा पुराने नियम में उनका देह को, शरीरों को शुद्ध करने के लिए वो जो कार्य किया जाता था, उसी रीति से नए नियम में भी हमारे विवेक का शुद्धिकरण का काम होता है, जो यीशु मसीह के लहू के द्वारा
को हम देखते हैं, जो प्रभु यीशु मसीह के चढ़ाए जाने की वजह से, ताकि हम लोग जीवित परमेश्वर का हम लोग सेवा कर सके। ഇവിടെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മുടെ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരമല്ല, നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള ശുദ്ധീകരണമാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. तो यहाँ पर एक बात हमें ध्यान देना है कि जो जैसे पुराने नियम में लहू जो छिड़का जाता था, उसी रीति से नए नियम में यीशु मसीह का लहू स्वर्ग में जो छिड़का गया है, वो छिड़का हुआ कार्य है, पवित्र आत्मा हमें बोध दिलाता है। तो ये मरा हुआ काम जो है, उस काम से जो आत्मा जब लहू जो शुद्धिकरण करने का जो कार्य करता है, वो हमें मतलब हमें मन फिरावट करता है, वो अर्थ में नहीं, बल्कि हमारा पापों को, हमारे मरे हुए काम को शुद्ध कराता है करके है लिखा है। ये बात ध्यान देना। നമ്മൾ എബ്രായ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിന് 1-ാം വാക്യം, इब्रानियों 6:1 में जब हम पढ़ते हैं, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ആ പറയുന്ന നിർജീവ പ്രവൃത്തി അല്ല നമ്മള് 9-ാം അധ്യായത്തിൽ പറയുന്ന നിർജീവ പ്രവൃത്തി, രണ്ടും രണ്ടാണ്. तो यहाँ पर हम देखते समय में, इसलिए मसीह का जो आदि शिक्षण के विषय में हम लोग पढ़ते समय में वहां पर सिद्धता की ओर आगे बढ़ते जाने के विषय में कहता है, जहां पर हमें शुद्धिकरण के विषय में वहां पर 1 और 2 में पढ़ते समय में, तो ये उस प्रकार का शुद्धिकरण नहीं है जो मरे हुए कामों से हमें मन फिराने का विषय को हम वहां पर हम पढ़ते समय, मरे हुए कामों से मन फिरना करके, यहाँ पर जो 6:1 में पढ़ते समय में, ये बात अलग है जो हमने 9:1 में जो हमने 9वां अध्याय में जब हमने पढ़ा, वो उससे अलग है। ये 9:14 में जो पढ़ा था, वो 6:1 में मरे हुए कामों से जो मन फिरना है, वो इब्रानियों 9:14 में वहां पर शुद्ध करने के विषय में बोला गया है। എബ്രായ ലേഖനം 6:1 പറയുന്ന, ഒരു യഹൂദൻ മാർക്കറ്റിൽ പോയാൽ അവർ തിരിച്ചു വരുമ്പോൾ കൈയും കാലും കഴുകി അവർക്ക് അവരുടെ പ്രവൃത്തി ചെയ്ത അത് അങ്ങനെയുള്ള ഒരു ബാഹ്യമായ ഒരു കഴുകലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ അവിടെ അതല്ല പുതിയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ എന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷി കൊണ്ടാണ്, ആത്മാവ് കൊണ്ടാണ് ആരാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വ്യക്തമായിട്ട് കാണും. നമ്മള് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാര് കൈ കഴുകാതെ ഭക്ഷിച്ചപ്പോൾ അവര് പറഞ്ഞ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. पुराने नियम में क्या होता था, जब भी यहूदी लोग घर के बाहर निकलकर बाजार में या कुछ भी काम करने जाते समय में, उन लोग को ये एक व्यवस्था था कि उन लोग को फिर वापस आकर हाथ धोना पड़ता है, शरीरों को, हाथ पैरों को धोकर एक शुद्ध होने का एक रिवाज उनमें होता था, जिसके बाद ही वो लोग सब काम, ईश्वरीय काम वो लोग कर सकते थे। परंतु नए नियम में इस रीति से नहीं, वहां पर हमारे विवेक का शुद्धिकरण के विषय में है, हम वहां पर हम पढ़ते हैं। मत्ती का पुस्तक में जब 15 अध्याय में वहां पर पढ़ते समय में, जब लोगों ने प्रभु और उसके चेले लोग बिना हाथ धोकर खाना खाते समय में, तब वहां पर लोगों ने बताया कि तुम लोग व्यवस्था के खिलाफ कर रहे हैं करके, वहां पर एक बात को हम देखते हैं। അവിടെ നമ്മള് 15-ാം അധ്യായത്തിൽ വായിക്കുകയാണ്, അനന്തരം യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതിന് അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ല. അപ്പം അതായിരുന്നു അവർക്ക് ഈ നിർജീവ പ്രവൃത്തികൾ. അപ്പൊ അവർ മാർക്കറ്റിൽ പോയാൽ കൈ കഴുകാതെ കഷ്ണം കഴിച്ചാൽ അത് നിർജീവ പ്രവൃത്തിയായിട്ടാണ് അവർ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്നാനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ആ സ്നാനങ്ങളെല്ലാം നിർജീവ പ്രവൃത്തികളിൽ നിന്നും അവർക്ക് ആ രക്ഷ. അപ്പൊ അത് പുതിയ നിയമത്തിൽ കൊണ്ടുവരരുത്. അതല്ല പുതിയ നിയമത്തിൽ ആരാധനയുടെ അടിസ്ഥാനം മനസാക്ഷിയുടെ കഴുകലാണ്. അതാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമാക്കി തരാൻ ആഗ്രഹിക്കുന്നത്. वहां पर 15:1-2 में पढ़ते समय में, वहां पर शास्त्री लोग और फरीसी लोग यीशु के पास आकर कहने लगे कि तेरे चेले लोग पुरानियों का जो रीत को वो लोग नहीं मानते, क्योंकि वो लोग बिना हाथ धोए वो लोग रोटी खाते हैं करके वो लोग ने शिकायत करने के लिए आया। तो उन लोगों को क्या है, कोई बाजार से या बाहर से आकर फिर घर पे आते समय में तुरंत उनको हाथ पैर धोकर खाना खाना का एक रिवाज, एक रीति उनको दिया गया था। तो ये रीति अगर नहीं किया तो क्या होता था, तो वो गलत है करके वो लोग बोलते थे। तो बाहर जाकर आने की वजह से क्या हुआ, एक मरा हुआ कार्य उनके जीवन में हो रहा है, तो वो मरा हुआ काम को शुद्ध करने के लिए शारीरिक रीति से धुलने का अवस्था होता था। इस रीति से पुराने नियम का व्यवस्था के अनुसार ऐसे बहुत सारा धोने का काम,
या इब्रानियों 6 में जो लिखा है कि बपतिस्माओं करके जो शब्द लिखा है वो बपतिस्माओं मतलब धोने का कार्य, बहुत सारा धोने का शुद्धिकरण का कार्य होता था। परंतु नए नियम में इस रीति से शारीरिक रीति का नहीं, बल्कि आत्मा ये चाहता है कि हमारे विवेक का शुद्धिकरण सही रीति से हो, वो बात का पहचान लाना चाहता है। അപ്പോൾ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലെ ആദ്യ നിയമത്തിലെ ആരാധനയ്ക്കുള്ള ചട്ടങ്ങൾ, ലൗകികമായ വിശുദ്ധ മന്ദിരം, ഇങ്ങനെ ഒരു കൂടാരം, അപ്പം ഇതെല്ലാം ഭൗമികമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിലെല്ലാം എന്താണ്? ആത്മീകമാണ്. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ആരാധനക്കാരൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവന്റെ മനസാക്ഷി കുഞ്ഞാട് രക്തത്താൽ കഴുകപ്പെട്ടോ. അങ്ങനെ കഴുകപ്പെട്ടില്ല എങ്കിൽ പുതിയ നിയമ ആരാധന ഒരു നാളും സാധിക്കത്തില്ല. അപ്പോൾ पुराने नियम में നമുക്ക് लोगों को ആരാധിക്കാം, പക്ഷെ അതിനെക്കുറിച്ചല്ല. पुराने नियम में जब आराधना में आते समय में उन लोगों को एक शारीरिक व्यवस्था होता था, शारीरिक मंदिर होता था, शारीरिक याजक लोग रस्म करते थे, जिसकी वजह से शारीरिक रीति से उनको उपस्थिति में होना पड़ता था सब कार्य करने के लिए। लेकिन नए नियम में जब आराधना में हम लोग प्रवेश करते समय में, परमेश्वर की उपस्थिति में बने रहते समय में, आराधना आत्मा, पवित्र आत्मा में यह दर्शाता है कि तुम्हारा विवेक शुद्ध है कि नहीं। तो विवेक का शुद्धिकरण बहुत जरूरी है एक विश्वासी को आराधना में आकर सच्चा आराधना अवस्था में करने के लिए। तो नहीं तो वो सही आराधना नहीं होगा। आराधना में आ तो सकता है, परंतु वो जो प्रभु की उपस्थिति में जो आराधना का भेंट जो चढ़ाना है वो नहीं हो पाएगा। നമ്മള് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ൽ പറയുന്ന നിർജീവ പ്രവൃത്തികളും 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്ന നിർജീവ പ്രവൃത്തികളും രണ്ടും രണ്ടാണ്. तो इब्रानियों का पुस्तक 6:1 में जब पढ़ते समय में मरे हुए काम करके बोलते समय में, और उसी के साथ साथ इब्रानियों का पुस्तक 9:14 में जब पढ़ते समय में वहां पर जब मरे हुए कामों करके बोला है, ये दोनों अलग अलग बातें हैं। ഇവിടെ നമുക്ക് ആരാധനയ്ക്ക് ശുദ്ധീകരണമാണ് വേണ്ടത്. तो आराधना की उपस्थिति में आते समय में हमें एक शुद्धिकरण का जरूरत है। അപ്പോൾ ഈ ശുദ്ധീകരണം പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യത്തോടെ ചെയ്യുമ്പോൾ ആത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. അതിനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുക എന്ന് ഉദ്ദേശിക്കുക. നമുക്ക് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ വാക്യം വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. तो ये शुद्धिकरण का विषय में जब आत्मा हमको बोध्य देते समय में है, उस आत्मा के आज्ञा के अनुसार हम लोग फिर कार्य करते हैं, जिसकी वजह से एक व्यक्ति को आत्मा में आराधना करने के लिए मदद होता है, जो पवित्र आत्मा उसको सहायता करता है। हम लोग फिलिपी का पुस्तक 3 अध्याय में पढ़ते समय में हम देखते हैं ആത്മാവിൽ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഉള്ളൊരു ബോധ്യം ഉണ്ടാകണം. അവിടെ तो आत्मा में आराधना करना मतलब क्या है करके सही रीति से बोध्य होना जरूरी है। നമ്മുടെ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം फिलिपी का पुस्तक 3 अध्याय അതിന്റെ 3-ാം വാക്യത്തിൽ 3 वाक्य में നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പ്രാർത്ഥന എന്താണ്, ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായെങ്കിൽ ഇതും നമുക്ക് മനസ്സിലാവും. तो क्योंकि वहां पर ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ആരാധിക്കുകയല്ല. പരിശുദ്ധാത്മ സഹായത്തോടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ്. കാരണം നമുക്ക് അറിയില്ലല്ലോ, ആരാധിക്കാൻ നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഹോളി സ്പിരിറ്റ് നമ്മളെ എപ്പോഴും എന്ത് ചെയ്യുകയാണ്? നമ്മളെ ഒരു ദിവസം ആരാധിച്ചു, ആരാധന പഠിക്കുകയല്ല, എല്ലായ്പ്പോഴും ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തന്നെ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിടുന്നില്ല. എല്ലാ ആരാധനയ്ക്കും പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ആവശ്യമാണെന്നൊരു ബോധ്യം നമ്മുടെ മനസാക്ഷിയിൽ ഉളവാകണം. तो वहां पर फिलिपियों 3:3 में पढ़ते समय में, क्योंकि खतने वाले तो हम हैं जो परमेश्वर की आत्मा की अगुवाई के द्वारा उपासना करते हैं। तो जैसा हम लोग प्रार्थना के विषय में जब पढ़ते समय में पवित्र आत्मा की मदद से है हम लोग प्रार्थना करते हैं, क्योंकि हमें प्रार्थना करना नहीं आता, उसी रीत के अनुसार है यहाँ पर ये बताया गया है कि पवित्र आत्मा की मदद से, की अगुवाई से है हम लोग उपासना और आराधना करते हैं। तो यहाँ पर जैसा प्रार्थना के विषय में पवित्र आत्मा नहीं हमारे लिए प्रार्थना करता है, बल्कि वो सहायता करता है प्रार्थना में किस रीति से करना। उसी रीति से आराधना में भी आत्मा नहीं करता, बल्कि वो आत्मा में सहायता करता है सही रीति से उपासना और आराधना करने के विषय में। तो वो है सच्चा विश्वासियों को आत्मा सहायता करता है। तो ये आराधना में जब हम लोग रहते समय में, तो वो आराधना हमको कैसा करना है करके सिखाता नहीं है, बल्कि आराधना में हमें पवित्र आत्मा का सहायता मिलता है। तो ये एक बार ऐसा आराधना कैसा करना है सिखाने के बाद फिर हम लोग कैसा आराधना करना चाहिए हम लोग समझ जाते हैं, वैसा नहीं है। हर एक आराधना में जब भी हम लोग एकत्र होकर भाइयों के साथ संगति करते समय में, हर एक आराधना में पवित्र आत्मा का सहायता हमको चाहिए,
आराधना कैसा, ताकि हम लोग सही रीति से आराधना कर सके। അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മള് 9-ാം അധ്യായം എബ്രായർ 9:14 പരിശുദ്ധാത്മാവ് കാഴ്ചപ്പാട് തരികയാണ്. എന്ത്? നിനക്ക് മനസാക്ഷിയിൽ ഒരു കഴുകൽ ആവശ്യമാണ്, ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. तो അപ്പൊ सही അങ്ങനെ आराधना നമ്മുടെ हमें कैसा करना है करके उसका सही प्रकटीकरण क्या है, वो है इब्रानियों 9:14 में हम लोग पढ़ते समय में वो आत्मा हमें बताता है कि हमें सबसे पहला विवेक का शुद्ध होना जरूरी है। അപ്പോൾ ആരാധിക്കാൻ വരുമ്പോൾ തന്നെ നമ്മുടെ മേശ അവിടെ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. മേശയിലേക്ക് നമ്മൾ നോക്കുകയാണ്. മേശ കാണുമ്പോൾ തന്നെ ഹോളി സ്പിരിറ്റ് നമുക്ക് ഒരു സിംബോളിക്കലി കാണിച്ചു തരികയാണ്. കർത്താവിന്റെ രക്തവും കർത്താവിന്റെ ശരീരവും അത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അപ്പവീഞ്ഞുകളിലൂടെ അത് ഒരു പ്രതീകാത്മകമായി കാണിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസാക്ഷിയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. എന്റെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാനാണ് പിതാവായ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ യേശുവിന്റെ രക്തം പ്രവർത്തിച്ചില്ല എങ്കിൽ എനിക്ക് ദൈവവുമായിട്ട് കോണ്ടാക്ട്, കാരണം ക്രിസ്തുവിന്റെ രക്തം മൂലമാണ് നമ്മൾ പിതാവിനോട് അടുക്കുന്നത്. तो आराधना में हम एकत्र होते समय में वहां पर पहले से ही प्रभु मेज वहां पर तैयार रहता है, प्रस्तुत रहता है, जिसके वजह से लोग जब एकत्र होते समय में आराधना में वो लोग ध्यान के केंद्रित में को रखते हुए मेज को जब वो लोग देखते समय में वो मेज में जो रोटी और जो दाखरस रखा है वो ये बात का प्रतीक है कि किस रीति से प्रभु यीशु मसीह का देह के विषय में और प्रभु यीशु मसीह का लहू हमें शुद्ध करने के लिए और हमें पापों से बचाने के लिए जो कार्य किया है करके वो बात का स्मरण और याद हमें ध्यान करने के लिए एक चिन्ह रीति से है वो मेज को वहां पर रखा है, जिसकी वजह से जब उस मेज को हम ध्यान देते समय में तुरंत हमें पवित्र आत्मा हमें ये बात का बोध देते रहेगा कि अब इस मेज में भाग लेने के लिए और अच्छा आराधना करने के लिए, उपासना करने के लिए तुम्हारा विवेक का शुद्ध होना जरूरी है। അപ്പോൾ ആരാധനയ്ക്ക് ഹോളി സ്പിരിറ്റ് സഹായിക്കുകയാണ് കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിപ്പാൻ. तो जिसकी वजह से पवित्र आत्मा हमें सहायता करता है आराधना करने के लिए और प्रभु यीशु मसीह का लहू पर आश्रय करने के लिए पवित्र आत्मा हमें मदद करता है। അതാണ് പരിശുദ്ധാത്മാവ്. നമ്മള് പരിശുദ്ധാത്മാവിനാൽ ആരാധിക്കപ്പെടുമ്പോൾ, ആത്മാവ് നയിക്കപ്പെടുമ്പോൾ ഈ ഒരു ശുദ്ധീകരണം വന്നിരിക്കും. तो इस रीति से आत्मा में जो व्यक्ति आराधना में आते समय में इस रीति का कार्यों में आत्मा उसको ले चलता है। അപ്പൊ അതാണ് പൗലോസ് പറയുകയാണ്. പൗലോസ് കർത്താവിനെ ആരാധിച്ചപ്പോൾ പരിശുദ്ധാത്മാവിന് സഹായം ലഭിച്ചതുകൊണ്ട് അവന്റെ മനസാക്ഷി നിർമ്മലീകരിക്കപ്പെട്ടു. അവിടെ നമ്മള് തീമോത്തിയോസ് 2-ാം ലേഖനം 2 തീമോത്തിയോസ് 1:4 വാക്യം വായിക്കുമ്പോൾ तो दूसरा तिमोथी 1:4 के अनुसार हम लोग पढ़ते समय में पौलुस के जीवन में भी एक ऐसा अवस्था हुआ कि वो प्रभु की उपस्थिति में आराधना करते समय में आत्मा की मदद के द्वारा उसका विवेक का शुद्धकरण होने का कार्य का विषय में वहां पर उसको अनुभव हुआ। അത് അവിടെ വായിക്കുകയാണ്. നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിനെ, നിർമ്മല മനസാക്ഷിയോടെ, അതായത് പൗലോസിന്റെ നിർമ്മല മനസാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ, കാരണം കർത്താവ് ക്രൂശിൽ മരിച്ചതിന്റെ ഓർമ്മ നിമിത്തം ദൈവത്തിന് സ്തോത്രം പറയാണ്. കാരണം എന്നെ ശുദ്ധീകരിക്കാൻ തന്റെ പുത്രനെ തന്നല്ലോ എന്നുള്ള ആ വലിയ വിശ്വാസം ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ തരുമ്പോൾ നമ്മുടെ മനസാക്ഷി നിർമ്മലീകരിക്കപ്പെടുകയും ശുദ്ധീകരിക്കപ്പെടുകയും അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനെയും കൊണ്ട് നമ്മുടെ ആത്മാവും കൂടെ എന്ത് ചെയ്യുന്നു? നിർമ്മലമാക്കപ്പെട്ട് അങ്ങനെ നമ്മുടെ മനസാക്ഷി പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ കുഞ്ഞാന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തോട് കടപ്പെട്ടവരാണ്, ആരാധിക്കാൻ തക്കവണ്ണം കുഞ്ഞാട് എന്നെ യോഗ്യനാക്കി, ഈ ബോധ്യത്തിലാണ്, ഈ ബേസിലാണ് നമ്മൾ ആരാധിക്കാൻ ആരംഭിക്കുന്നത്. 2 തിമോത്തിയാണോ? 2 തിമോത്തി chapter 1:4. हाँ, तो दूसरा तिमोथी का पुस्तक में 1 अध्याय में उसका 3 और 4 में पढ़ते समय में वो किस रीति से वो कहता है कि मैं परमेश्वर का मैं धन्यवाद करता हूँ कि उसकी सेवा में अपने बाप दादों की रीत पर एक शुद्ध विवेक मैं करता हूँ। तो परमेश्वर का वो सेवा या आराधना कैसा वो करता है? एक शुद्ध विवेक से वो करता है, जिसकी वजह से वो पूरा धन्यवाद देता है कि उसको प्रभु के द्वारा प्रभु को ये मुमकिन हुआ कि पवित्र आत्मा की मदद से ये मुमकिन हुआ कि उसका जो विवेक का पौलुस का विवेक का हालत शुद्ध रीति से वो सेवा कर पाया, आराधना कर पाया, उपासना कर पाया, क्योंकि वो प्रभु यीशु मसीह का लहू को उसने स्मरण किया था। അപ്പം സുവിശേഷത്തിന്റെ മർമ്മം ഇതാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച രക്തം ചിന്തി പാപത്തിന് പരിഹാരം വരുത്തി എന്നുള്ള സുവിശേഷം ഒരാൾ കേൾക്കുമ്പോൾ ആ മനസാക്ഷി ശുദ്ധീകരിക്കപ്പെടുകയും അവൻ അപ്പോൾ തന്നെ അവന് ദൈവത്തിന് നന്ദി പറയാൻ ആ കർത്താവിന് നാമം വിളിച്ചപേക്ഷിച്ച് അപ്പോൾ നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യുന്നു? വീണ്ടും ജനിക്കുകയും നമ്മുടെ ആത്മാവ് ആരാധിക്കപ്പെടാൻ സജീവമാക്കപ്പെടുകയും ചെയ്യും.
तो सुसमाचार का भेद ही इस आधार पर है, क्योंकि वो सही सुसमाचार में उस व्यक्ति को जब सही रीति से, जब उसका आत्मा जब शुद्ध होकर, विवेक जब शुद्ध हो जाता है, तब उसको एक बेस मिल जाता है, इसको एक नींव, पार्श्वभूमि हो जाता है, नींव मिल जाता है, जिसकी वजह से वो आत्मा में वो आराधना कर पाए, क्योंकि उसका विवेक शुद्ध हो गया। നമ്മൾ റോമലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ रोमियो का पुस्तक 1:10 में हम पढ़ते हैं, എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ദൈവത്തിന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിന് ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന, അപ്പം പൗലോസിന്റെ ആത്മാവ് ആരാധനയിൽ പങ്കാളിയാകുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവും. അപ്പം ആത്മാവിന്റെ സഹായം മനുഷ്യാത്മാവിന് കിട്ടുമ്പോൾ എന്താണ്? കുഞ്ഞാന്റെ ക്രൂശ് കാണിച്ചു തരികയാണ്, രക്തം കാണിച്ചു തരികയാണ്. അങ്ങനെ നമ്മുടെ മനസ്സാൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആത്മാവിന്റെ സഹായം നമുക്ക് ആരാധന തീരുന്നതുവരെയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. अमेन। तो इसके लिए वहां पर रोमियो 1:9 में पढ़ते समय में हम पढ़ते हैं कि परमेश्वर जिसकी सेवा या आराधना मैं अपनी आत्मा के उसके पुत्र के सुसमाचार के विषय में मैं करता हूँ। तो पौलो जब आराधना में रहते समय में वो अपने आत्मा से आराधना करता था, उपासना और सेवा करता था, जिसके लिए तो उसके लिए उसके आत्मा में, मनुष्य आत्मा में पवित्र आत्मा का कार्य होता था, जो हमने पढ़ा था। तो वो पवित्र आत्मा की मदद से अपने आत्मा में जब उसका विवेक में ये बोध्य प्रभु का प्रकटीकरण का कार्य, क्रूस के किया हुआ कार्य को प्रकट करते समय में, उस सुसमाचार का जो वेद में विषय को जब समझते समय में, उसको अभी क्या हो गया? आराधना करने के लिए एक अच्छा नींव मिला, जो हर एक विश्वासियों को मिलता है, जिसके वजह से जब आराधना खत्म होने तक, अंत तक हमें निरंतर आत्मा का सहायता मिलते रहता है, उसी आनंद से आराधना करते रहने के लिए, उपासना करते रहने के लिए। അങ്ങനെ നമ്മുടെ ആത്മാവ്, ദേഹി, ശരീരം, ഈ 3 ഭാഗങ്ങളുള്ള മനുഷ്യന്റെ 3 ഭാഗങ്ങളും ഒരുമിച്ച് ഒരു യൂണിറ്റിയിൽ വരുന്നു. കാരണം ആത്മാവിന്റെ വഴി, ദേഹിയുടെ വഴി, ശരീരത്തിന്റെ വഴി, അങ്ങനെയുള്ള ആരാധന ദൈവത്തിന്റെ ഐക്യതയിലേക്ക് വരുന്നില്ല. അത് ആത്മാവ് സഹായിക്കുന്നില്ല. നമ്മള് ജഡത്തിൽ ആരാധിക്കുമ്പോൾ നമ്മളെ ആത്മാവോ ദേഹിയോ വേണ്ടതുപോലെ സജീവമാകാതെ ജഡത്തിൽ ആരാധിച്ചാൽ ശരീരം കൊണ്ട് ആരാധിക്കുകയാണ്, പക്ഷെങ്കിൽ ആത്മാവോ ദേഹിയോ ഒന്നും അത് കാര്യം മനസ്സിലാക്കുന്നില്ല. വെറുതെ അതർശ്രവണം ചെയ്ത് ജാതികളെ പോലെ ആരാധിക്കുക. അങ്ങനല്ല ആരാധിക്കേണ്ടതെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. तो इसके लिए आराधना में वो व्यक्ति का, आराधक का आत्मा और उसका प्राण, उसका देह, तीनों साथ में सहयोग होकर सच्चा आराधना को वो प्रकट करता है। परंतु अगर वो आत्मा और प्राण और देह एक रीति से सहयोग में ना रहे या एकता में ना रहे, तो वो सही आराधना नहीं होता। तो एक व्यक्ति शारीरिक रीति से वो आकर आराधना कर सकता है, परंतु तभी भी उसका आत्मा और प्राण उसमें एक होकर सहयोग नहीं करते रहते समय में, तो वो एक शारीरिक आराधना हो जाएगा, और वो अन्य जातियों के समान एक रीत रिवाज आकर कर रहा है, बस आ रहा है आराधना में, उपस्थिति हो रहा है, देख रहा है, बैठ के जा रहा है करके, ऐसा एक शारीरिक आराधना होकर करके जा रहा है। അപ്പൊ ആരാധനയിൽ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പണ്ട് ശത്രുക്കളായിരുന്നു ദൈവത്തോട്. അപ്പൊ ഇപ്പോൾ എനിക്ക് നല്ല ബോധ്യം വരികയാണ്, നമ്മുടെ മനസ്സിലും മനസാക്ഷിയിലും എല്ലാം ബോധ്യം വരികയാണ്, ഇപ്പോൾ ഞാൻ ദൈവത്തിന്റെ ശത്രുവല്ല, ഞാൻ ദൈവത്തിന്റെ മിത്രമാണ്. എങ്ങനെ ഞാൻ മിത്രമായി തീർന്നു? കാരണം മിത്രമായി കഴിഞ്ഞ് ദൈവത്തിന്റെ പുത്രത്വത്തിലേക്ക് വന്നാൽ മാത്രമേ ആരാധന നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അവിടെ റോമലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, आराधना में हमें ये भेद हमें समझना है कि हम पहले जो हम लोग शत्रु थे, वो शत्रु किस रीति से अभी हम लोग प्रभु में मित्र हो गए करके, जिसके वजह से प्रभु ने क्या कार्य किया कि हमें मित्र बनने का कार्य, ये बात का पहचान वो व्यक्ति को बोध्य होने के बाद ही है, वो सही रीति से वो आराधना कर पाता है। तो वो बात है, हम देखते हैं रोमियो का पुस्तक 5:1 में पढ़ते समय में, ആരാധനയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ ആ സമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ ആരാധിക്കാൻ കഴിയത്തില്ല. സമാധാനമില്ലാതെ, ദൈവത്തോട് സമാധാനമില്ലാതെ ആരാധിച്ചാലും അത് ദൈവികമായ ആരാധനയാകുന്നില്ല, അത് ജഡത്തിലുള്ള ആരാധനയാണ്. അപ്പൊ ദൈവത്തോട് സമാധാനം വന്നത് എങ്ങനെയാണെന്ന് മനസാക്ഷിയിലൂടെ നമ്മുടെ ദേഹിയിലെ മനസ്സ് മനസ്സിലാക്കുമ്പോൾ, ഇതിനാണ് ഹോളി സ്പിരിറ്റ് നമ്മളെ സഹായിക്കുന്നത്. आराधना में इसके लिए हमें किस रीति से, रोमियो 5:1 में हमें प्रभु यीशु मसीह के द्वारा परमेश्वर के साथ हमारा मेल हुआ करके, वो कैसा हुआ करके, पवित्र आत्मा जब हमारे मनुष्य आत्मा को वो बोध्य देने के बाद, हम जो शत्रुत्व का अवस्था से हटकर अभी परमेश्वर के साथ मेल मिलाप होकर ये परमेश्वर हमारा पिता बन गया है करके, ये बात का बोध्य में है
अब आराधना करते हैं, परंतु वो व्यक्ति को, आराधना करने वाले व्यक्ति को ये बोध्य है ही नहीं, वो मेल मिलाप का कार्य उसको नहीं समझ में आ रहा, तो फिर वो कैसा वो आराधना कर सकता है। इसलिए पवित्र आत्मा हमें ये बात को हमें समझाकर हमारा ध्यान उस विषय में, उस केंद्र में लेकर जाते हैं कि यीशु मसीह के कार्य के द्वारा हमें पिता के साथ मेल मिलाप हुआ। അപ്പൊ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പിതാവിനോട് നിരപ്പിച്ചു എന്നുള്ളത് പരിശുദ്ധാത്മ സഹായം കൂടാതെ മനസ്സിലാകത്തില്ല. तो हमें यीशु मसीह ने अपना लहू बहाने के द्वारा हमें परमेश्वर के साथ मेल मिलाप कर दिया है करके ये बात पवित्र आत्मा के मदद के बगैर हम नहीं समझ सकते। അപ്പോൾ ആരാധനയിൽ നമ്മൾ നിൽക്കുമ്പോൾ, इसलिए आराधना में जब हम खड़े रहते समय में നമ്മൾ വ്യക്തിപരമായി തന്നെ നമ്മളൊരു ആരാധന ആലയമാണ്. കാരണം നമുക്ക് പഴയ നിയമത്തിലെ അതിവിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം, ഈ മൂന്നും ആലയമായിട്ടിരിക്കുന്നത് പോലെ ഒരു വിശ്വാസി ദൈവത്തിൽ നിൽക്കുമ്പോൾ അവന്റെ മനുഷ്യ ആത്മാവ്, മനുഷ്യ ദേഹി, മനുഷ്യ ശരീരം മൂന്നും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ആത്മാവ് കംപ്ലീറ്റ് ദൈവത്തിന്റെ ആരാധനയ്ക്കായി അവനെ സജീവമാക്കുകയാണ്. तो जैसा तो आराधना में वो व्यक्ति नए नियम में वो व्यक्ति ही, वो विश्वासी स्वयं परमेश्वर का एक आराधनालय बन रहा है, एक मंदिर बन रहा है। तो और जो वो प्रभु की उपस्थिति में वो आ रहा है भेंट चढ़ाने के लिए। पुराने नियम में जैसा मंदिर में जैसा अति पवित्र स्थान है और बाहरी आंगन है, उसी रीति से नया नियम में वो व्यक्ति विश्वासी खुद ही वो बाहरी आंगन है और पवित्र स्थान है, और अति पवित्र स्थान का अवस्था में वो एक मंदिर बनकर है, प्रभु की उपस्थिति में वो भेंट चढ़ा रहा है। അപ്പൊ റോമാലേഖനം 12:1 നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ശരീരവും ഇപ്പോൾ ദൈവത്തിനായിട്ട് ആരാധനിക്കാൻ സജീവമായി, ദേഹിയും സജീവമായി, ഇപ്പോൾ മനുഷ്യന്റെ ആത്മാവും സജീവം. അങ്ങനെ ആത്മാവ്, ദേഹി, ശരീരം മൂന്നും ദൈവിക ആരാധനയിൽ പങ്കാളികളായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആരാധന ആലയമായിട്ട് ഓരോ വിശ്വാസിയും വെളിപ്പെട്ടു വന്നിരിക്കുക. तो इस हम लोग रोमियो का 12:1 में पढ़ते समय में वहां पर स्पष्ट रीति से लिखा है कि अपने शरीरों को भी जीवित और पवित्र रीति से परमेश्वर की उपस्थिति में एक भावती हुई बलि चढ़ाओ करके वहां पर बोलते समय में उसका मतलब क्या है? एक व्यक्ति का आराधना में आते समय में उसका आत्मा भी है, उसका प्राण भी है और शरीर भी है या देह भी है, संपूर्ण रीति से वो उपस्थित हो गया है परमेश्वर की उपस्थिति में आराधना करने के लिए। ദൈവത്തോടുള്ള സമാധാനം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. और अभी प्रभु के द्वारा प्रभु ने हमको जो परमेश्वर के साथ जो मेल मिलाप जो करवा दिया है, उस मेल मिलाप में जो शांति मिला है, उस शांति को हम घोषणा कर रहे हैं। അപ്പൊ എന്താണ് അത് പ്രസ്താവിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ മരണം, അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ അർത്ഥം ക്രിസ്തുവിന് മരണം സംഭവിച്ചത് കൊണ്ട് എനിക്ക് ദൈവത്തോട് പൂർണ്ണ സമാധാനമുണ്ട്. तो वो हम घोषणा कर रहे हैं, वो क्या है कि यीशु मसीह का मृत्यु को हम घोषणा कर रहे हैं जब तक वो वापस नहीं आता। तो वो क्या है कि यीशु मसीह के मृत्यु के द्वारा अभी मुझे परमेश्वर के साथ मेल मिलाप हो गया है। അപ്പൊ ഇവിടെ നമുക്ക് വിശ്വാസം മാത്രമല്ല, പ്രത്യാശയുണ്ട്. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞു, എന്റെ വരവുവരെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. तो इस आराधना में केवल हम लोग विश्वास में ही नहीं बल्कि आशा में भी आराधना कर रहे हैं, क्योंकि प्रभु ने क्या कहा था कि मेरे वापस आने तक मेरे याद में तुम लोग ये करना। ഒരു സമ്പൂർണ്ണ ആരാധനയിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. അവിടെ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ 1 തെസ്സലോനിക്ക ലേഖനം 5 വാക്യം 23 വാക്യം വായിക്കുമ്പോൾ पूर्णता में इस आधार पर है कि वो विश्वासी को ये सब स्पष्ट रीति से बोध्य है कि मेरा प्रभु यीशु मसीह दोबारा जल्दी आएगा और हमें बादलों में लेकर जाएगा और हम मिलेंगे करके पहला തെസ്സലോനി में हम पढ़ते हैं। അവിടെ നിങ്ങളുടെ 23 വാക്യം, നിങ്ങളുടെ ആത്മാവ്. അപ്പോൾ നമ്മൾ കണ്ടു ആത്മാവ് എങ്ങനെയാണ് സജീവമായിരിക്കുന്നത്. ആത്മാവ് സജീവമായിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മള് അവിടെ എബ്രായ ലേഖനം അതിന്റെ 9:14 വായിച്ച ഭാഗത്തോടുള്ള ബന്ധത്തിലാണ് ആത്മാവ് സജീവമാകുന്നത്. ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടു. ഇനി നമ്മുടെ ദേഹി ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി അർപ്പിച്ച ശരീരയാഗത്താൽ. അപ്പൊ അങ്ങനെ നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവും ഇപ്പോൾ എന്തായി തീർന്നു? ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുങ്ങി നിർമ്മലമായിരിക്കുകയാണ് ആരാധനയിൽ. तो आराधना में क्या होता है? पहला തെസ്സലോനി 5:23 में पढ़ते समय में वहां पर वो विश्वासी का आत्मा, प्राण और देह हमारे प्रभु यीशु मसीह के जो आने पर पूरा रीति से निर्दोष और सुरक्षित रहने का कार्य है, पवित्र आत्मा हमें कराता है। तो हमारा आत्मा का अवस्था क्या है? जैसा हमने इब्रानियों का पुस्तक का 9:14 में पढ़ा कि वो हमारा विवेक को शुद्ध करने का कार्य है प्रभु यीशु मसीह ने किया, जिसकी वजह से मरे हुए कामों से हम लोग उससे बचकर शुद्ध होकर जीवित परमेश्वर का सेवा कर सके, जिसमें आत्मा का कार्य होता है।
प्राण में है प्रभु का वो कार्य का बोध्य, जो प्रभु किया हुआ कार्य, विवेक में किया हुआ कार्य का बोध्य होकर हम लोग देह से हम लोग उपस्थित होकर आराधना करते हैं. അപ്പോൾ നമ്മുടെ മനസ്സാക്ഷി അല്ലെങ്കിൽ ആത്മാവ്, നമ്മുടെ ദേഹി, ശരീരം, ഈ 3 ഭാഗങ്ങളും ഒരു ആലയം പോലെ ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ ഇപ്പോൾ ദൈവവശത്താണ്, ദൈവത്തിന്റെ ആയി തീർന്നു. तो आराधना में क्या होता है, एक सच्चा आराधक का आत्मा, उसका प्राण और देह पवित्र आत्मा के नियंत्रण में बने रहकर परमेश्वर की ओर रहता है, परमेश्वर के तरफ बने रहकर वो सच्चा आराधना वो वहां पर प्रकट करता है. അപ്പൊ നമ്മള് അവിടെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ प्रकटीकरण का पुस्तक 1:6 में हम पढ़ते हैं, ഇങ്ങനെ നമ്മുടെ ആത്മാവും ദേഹിയും ശരീരവും പരിശുദ്ധാത്മ സഹായത്താൽ വേർതിരിക്കപ്പെടുമ്പോൾ हमारा आत्मा, നമ്മള് प्राण और देह इस रीति से पवित्र आत्मा के मदद से परमेश्वर के लिए अलग करके पवित्र करके रखने की वजह से യേശു കർത്താവ് അവിടെ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തു എന്നുള്ള സത്യവചനം നമ്മളിൽ നിവൃത്തീകരിക്കപ്പെടുകയാണ്. इस रीति से हमारा आत्मा, प्राण और देह परमेश्वर के लिए अलग होकर पवित्र आत्मा के नियंत्रण में पवित्र करने की वजह से रहते समय में, उस समय में क्या हो रहा है, ये प्रकटीकरण का पुस्तक 1:5 और 6 में जैसा लिखा है, जिसने हमसे प्रेम किया और जिसने अपने लहू के द्वारा अपने पापों से हमें छुड़ाने की वजह से क्या हो गया, वो हमें एक राज्य और एक अपने पिता परमेश्वर के लिए याजकों का समाज बना दिया. ये अवस्था में हो जाता है जब हम लोग प्रभु की तरफ रहते हैं. അപ്പൊ നമ്മൾ ദൈവത്തോട് പറയുകയാണ്, അവിടുത്തെ ഓമന പുത്രൻ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി രക്തം ചിന്തി ഞങ്ങളുടെ മനുഷ്യാത്മാവിനെയും മനുഷ്യദേഹിയും ശരീരത്തെയും ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങിയിട്ട് ഞങ്ങളെ എന്താക്കി തീർത്തു, ഞങ്ങളെ പുരോഹിതന്മാര് രാജാക്കന്മാരും ആക്കി. അതാണ് നമ്മള് സ്വർഗത്തിൽ ആരാധന കഴിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 5:9 വായിക്കുന്നുണ്ട്. तो ये बात है, जब आराधना एकत्र होते समय में वो आराधना करने वाला विश्वासी व्यक्ति आत्मा में ये घोषणा कर रहा है कि क्योंकि प्रभु यीशु मसीह के कार्य के द्वारा मेरा आत्मा और मेरा प्राण और मेरा देह अभी प्रभु का होने की वजह से उसने मुझे लहू बहाकर मुझे खरीद लिया है, मोल दाम देकर मुझे खरीद लिया है, मैं प्रभु का हो चुका हूँ, जिसके वजह से अब मैं एक याजक बनकर, एक राजा बनकर प्रभु की उपस्थिति में सेवा कर रहा हूँ, आराधना कर रहा हूँ करके. यही बात हम लोग प्रकाशित का पुस्तक 5वां अध्याय में भी हम पढ़ते हैं. അതിന്റെ 9-ാം വാക്യം, പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതികളിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ഈ ഒരു ബോധ്യം, കാരണം നമ്മളെ വിലയ്ക്ക് വാങ്ങി, നമ്മൾ ഇനി നമുക്കുള്ളവരല്ല, നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവും ഇപ്പോൾ ദൈവത്തിൻ്റെതായി തീർന്നു, നമ്മൾ ദൈവത്തിന്റെ മക്കളായി. യേശുവിന്റെ ഹ്യൂമൻ സ്പിരിറ്റും കർത്താവായ യേശുവിന്റെ ഹ്യൂമൻ സോളും ഹ്യൂമൻ ബോഡിയും പിതാവിൻ്റെതാണ്. അല്ലെങ്കിൽ പിതാവ് ഇനി എങ്ങനെ നിന്നോ, പിതാവിനെ എങ്ങനെ ആരാധിച്ചോ, അതുപോലെ നമ്മളും ഒരു പുതിയ നിയമ ആരാധനക്കാരനായി ദൈവത്തിന്റെ സന്നിധിയിൽ പൗരോഹിത്യം വഹിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. കാരണം പുരോഹിതനാകാതെ ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല. तो इसके लिए पहला प्रकटीकरण का पुस्तक 5:9 में हम लोग पढ़ते समय में, और उन्होंने एक नया गीत गाया जिसमें वहां पर लिखा कि पुस्तक लेने के लिए और उसका मोहर को खोलने के लिए तू योग्य है, क्योंकि तूने वध होकर अपने लहू के द्वारा हर एक कुल और भाषा और लोगों को और जाति में से परमेश्वर के लिए तूने लोगों को मोल लिया है करके. तो हमें जब मोल लिया है करके जब बोलते समय में, उस मोल लेते समय में वो व्यक्ति का आत्मा और व्यक्ति का प्राण और व्यक्ति का देह को प्रभु ने मोल लेकर परमेश्वर की ओर रखा है, परमेश्वर की तरफ रखा है, ताकि वो प्रभु का वो गुणगान कर सके. जैसा यीशु मसीह दुनिया में जीते समय में उनका यीशु का आत्मा, यीशु का प्राण और यीशु का देह परमेश्वर की तरफ रहकर परमेश्वर की ओर हमेशा रहता था. उसी रीति से नए नियम में हम भी उस यीशु मसीह का उस कार्य की वजह से हमारा आत्मा, प्राण और देह भी परमेश्वर की ओर होकर, ये बात को हम लोग समझ कर है हम लोग धन्यवाद करते हैं. അപ്പോൾ നമ്മൾ ആ ആരാധനയിൽ ആ അർത്ഥത്തിൽ കംപ്ലീറ്റ് പരിശുദ്ധാത്മ സഹായത്താൽ ദൈവത്തിലായിരിക്കുമ്പോൾ 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്ന വചനം നമ്മൾ നിവൃത്തിയാകുകയാണ്. इस रीति से हम लोग जब प्रभु को उपस्थिति में वो सच्चा मन से प्रभु की तरफ रहकर आराधना में जब हम लोग अर्पण रहते समय में, तब हम लोग 1 पत्रोस उसका 2रा अध्याय 10वां वाक्य में लिखा हुआ वाक्य पूरा होता है. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, पहले तुम ഇപ്പോൾ എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട രീതിയിൽ
നമ്മുടെ ആത്മാവും ദേഹിയും ശരീരവും ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട് ആരാധനയിൽ സജീവമാകുമ്പോൾ, ഒരു യഥാർത്ഥ ആരാധനക്കാരൻ പുരോഹിതനായി നിൽക്കുമ്പോൾ, അതാണ് ഇപ്പോൾ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ നമ്മൾ ജാതികളായിരുന്നു, ന്യായവിധിക്ക് യോഗ്യരായിരുന്നു, അശുദ്ധരായിരുന്നു. എന്നാൽ ഇപ്പോൾ പുരോഹിതനാണ്. ഇപ്പോൾ वहां पर लिखा है कि पहले तो तुम कुछ भी नहीं थे, परंतु अब परमेश्वर की प्रजा हो। परंतु अब बोलते समय में कब, जब वो व्यक्ति, वो विश्वासी जो नया जन्म पाया हुआ विश्वासी का आत्मा, प्राण और देह संपूर्ण रीति से जब मोल लिया हुआ व्यक्ति परमेश्वर की ओर है, और वो व्यक्ति अभी एक याजक बनकर वो सेवा करते समय में उस अवस्था में को कहते हैं अब। पहले हम लोग कौन थे? पहले हम लोग शत्रु थे, अन्य जाति थे, परमेश्वर से दूर थे, न्याय के लिए नियुक्त थे। परंतु अब मतलब हम लोग जबकि प्रभु की ओर हो गए, मूल लेकर खरीदने की वजह से, प्रभु की तरफ होने की वजह से अभी हम लोग क्या हो गए? परमेश्वर का प्रजा बन गए। മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോൾ നമ്മൾ ആരാണ്? ദൈവത്തിന്റെ ജനം. നേരത്തെ നമ്മൾ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ, ദൈവത്തിന്റെ മുഴു കരുണയ്ക്കും കൃപയ്ക്കും പാത്രീഭൂതരായി തീർന്ന ഒരു പുരോഹിത വംശമായി, രാജകീയ പുരോഹിത. അതാണ് മുകളിൽ പറയുന്നത്, 9ാം വാക്യത്തിൽ അതാണ് പറയുന്നത്. तो पहला हम लोग परमेश्वर की प्रजा नहीं थे, परमेश्वर के शत्रु थे, परंतु अब प्रभु का कार्य की वजह से हम लोग परमेश्वर का प्रजा बन गए। हमारे पर कोई दया नहीं किया था, दया नहीं थी, परंतु अब दया हमारे ऊपर हो चुकी है, जिसकी वजह से हम लोग वो एक याजकों का एक समाज बनकर, पवित्र लोग बनकर है प्रभु की उपस्थिति में अभी हम लोग ठहराए गए, क्योंकि वो मूल लेने का कार्य की वजह से हुआ है। यही बात उसी का ऊपर का 9वां वाक्य में पढ़ते समय में हम देखते हैं। അപ്പോൾ ആത്മാവിന്റെ സഹായം കൂടാതെ ആത്മാവ് തരുന്ന ജ്ഞാനത്തോടുള്ള ആരാധനയുണ്ട്. ഈ ജ്ഞാനമില്ല എങ്കിൽ അന്ധതയിൽ നമ്മൾ വെറുതെ ശബ്ദ കോലാഹലം ഉണ്ടാക്കി ആരാധിക്കുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, പിന്നെ നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു. ആ ആരാധന സ്വേച്ഛാരാധനയാണ്. ആ ആരാധന ദൈവം സ്വീകരിക്കില്ല. ദൈവം സ്വീകരിക്കുന്ന ആരാധന ക്രിസ്തുയേശുവിൽ കൂടെ നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിച്ചത്, വിലയ്ക്ക് വാങ്ങിയത്, ക്രിസ്തുവിന്റെ മരണം, ഇതിനൊക്കെയും കാരണമായി തീർന്ന് നമ്മളെ ആരാക്കി തീർത്തു? പുരോഹിതന്മാരാക്കി തീർത്തു. അങ്ങനെ ഇപ്പോൾ പുരോഹിതന്മാരായി നമ്മൾ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ സെർവ് ചെയ്യുവാൻ നമുക്ക് ഇങ്ങനെയാണ് സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കണമെന്ന് കർത്താവ് പറഞ്ഞ വാക്കുകൊണ്ട് അർത്ഥമാകുന്നത്. तो इसलिए आराधना आत्मा की मदद से, पवित्र आत्मा के नियंत्रण में करते रहते समय में ही है परमेश्वर को भावने वाली और परमेश्वर को प्रसन्न करने वाली आराधना होता है। परंतु पवित्र आत्मा का मदद बगैर अगर हम लोग आराधना करते हैं तो वो आराधना नहीं, बस कुछ लोग आकर इकट्ठा होकर शोर मचाकर जा रहे, डिंडोरा पीटकर शोर मचाकर जाने का अवस्था वो लोग कर रहे हैं, क्योंकि वो लोग ने सही अर्थ को वो लोग ने समझा नहीं है। प्रभु ने हमारे लिए किया हुआ कार्य के द्वारा उसने हमें मोल लेकर, हमारा विवेक को शुद्ध करके, हमें खरीद कर प्रभु का तरफ बनाकर हमें एक याजक बनाया है करके, वो बात का सही बोध है वो व्यक्ति समझकर वो आराधना करता है। जिसके वजह से जब यीशु ने कहा कि तुम्हें अभी आत्मा और सत्य से आराधना करना करके, वो आत्मा के नियंत्रण में रहने वाले लोग ही वो वचन को पूरा कर पाते हैं। നമ്മൾ ആ ആത്മാവിന്റെ ആരാധനയിൽ ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു ഉണർവ് കൊണ്ടുവരേണ്ടത് നമ്മുടേതായിരിക്കുന്ന കയ്യിൽ നിന്ന് ഒന്നും ഇടാൻ പാടില്ല. കാരണം കർത്താവ് ചെയ്ത പ്രവൃത്തിയിൽ നമ്മൾ കർത്താവ് ചെയ്ത് നമ്മൾ അനുഭവിക്കുകയാണ്. കാരണം പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു, എന്നാൽ ഇന്ന് എങ്ങനെയായി? അത് കർത്താവിന്റെ ക്രൂശ് മരണമാണ്. അപ്പൊ ആത്മാവ് നമുക്ക് അതിന്റെ പ്രകാശം തരുമ്പോൾ, നമ്മൾ ഫിലിപ്പിയ ലേഖനം 3:3 വായിച്ചത്, അങ്ങനെ ആരാധിക്കാത്തവർ അവർ ജഡത്തിൽ ആരാധിക്കും, നാമോ ജഡത്തിലല്ല. അപ്പോൾ ഫിലിപ്പിയ ലേഖനം 3 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് ആരാധിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ക്രിസ്തുവിൽ പ്രശംസിക്കുകയും ചെയ്യുന്ന നാമാണ് ശരിയായ ആരാധനക്കാർ. കർത്താവ് നമ്മളെ അതിനായിട്ട് ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. आराधना में हम लोग आते हैं समय में कोई प्रकार का रीत रिवाज करके या ऐसा कुछ कार्य करने से हम लोग सही आराधना होगा बोलकर हमारे शरीर को इस्तेमाल करके पहले से ही सोचकर ऐसा करेंगे तो ऐसा होगा करके तो ही सही आराधना है करके, ऐसा नहीं है। बल्कि आत्मा जब हमें नियुक्त कर हमें नियंत्रण करता है, वही सही आराधना होता है उसी में। क्योंकि शारीरिक रीति से कुछ कार्य करने से या बाहरी कुछ कार्य करने से, रिवाज पालन करने से नहीं है। आत्मा है जो इस सब में हमें सहायता करता है, और आत्मा के नियंत्रण में चलने वाले व्यक्तियों को है सही रीति से सच्चा आराधना का अवस्था होता है। जैसा हमने फिलिपियों का पुस्तक 3:3 में हम लोग पढ़ते समय में, अभी हम है असली खतना वाले, हम है जो हम आत्मा के अगुवाई के अनुसार हम लोग उपासना और आराधना करते हैं, जिसके और मसीह यीशु पर हम लोग घमंड करते हैं, अपने शरीर के भरोसा नहीं करते। അപ്പൊ നമുക്കൊരു സ്റ്റീരിയോടൈപ്പ് വർഷിപ്പ്, ഒരു ഫോം ഉണ്ടാക്കി ആരാധിക്കുന്നത്
ദൈവം സ്വീകരിക്കത്തില്ല. കാരണം അങ്ങനല്ല, ജെനുവിനായിട്ട് ആരാധിക്കണമെങ്കിൽ ഹോളി സ്പിരിറ്റിന്റെ സഹായം വേണം. तो अगर मतलब शरीर आराधना करते समय में पहले से एक पैटर्न, पहले से कुछ बातें नियुक्त करके रखकर और वही हर बार हम लोग आते समय में उसी रीति से वही प्रकार को सिस्टम को मानकर करते रहने का जो सिस्टम है, वो आराधना कभी भी परमेश्वर नहीं सिखाता। क्योंकि आराधना हमेशा आत्मा की नियुक्ति में, आत्मा के नियंत्रण में रहने से ही सच्चा आराधना परमेश्वर स्वीकारता है। അപ്പോൾ തന്നെ എല്ലാ ആരാധനയിലും കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുകയും അവന്റെ രണ്ടാമത്തെ വരവിനെ ഓർക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ആത്മാവും ദേഹിയും ശരീരവും ദൈവത്തോട് നല്ല സമാധാനത്തോടെ ആരാധിപ്പാൻ നമ്മൾ ആരാധന പഠിച്ചെടുക്കുകയല്ല, പിന്നെയോ ആരാധിക്കുകയാണ് കർത്താവിന്റെ ആത്മാവിന്റെ സഹായത്തോടെ. കർത്താവേ, എനിക്ക് ആരാധിക്കാൻ അറിയില്ല, നീ എന്നെ സഹായിക്കണം, എന്നെ സഹായിക്കാനാണ് നിന്നെ തന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് നാം ദൈവാത്മാവിന് കീഴ്പ്പെടുമ്പോൾ നമുക്ക് ആരാധനയുടെ രുചി എന്താണ്, ആത്മാവിൽ നമുക്ക് ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടവരുത്തട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കും. इसके लिए हर एक आराधना में जब एकत्र होते समय में हम लोग सच्चे मन से प्रभु की उपस्थिति में, आत्मा के नियंत्रण में है, हम लोग आराधना कर रहे हैं। इसमें कोई कुछ बातें सीख कर आकर, टेक्निक देकर या आराधना सीखते नहीं है हम लोग बार बार, हर बार आकर आराधना नया रीति से सीख कर फिर वही बात को बार बार करते रहना नहीं है आराधना, बल्कि आत्मा का नियंत्रण में बने रहकर सचमुच प्रभु के वापस आने तक उनके याद में स्मरण करते हुए उस विश्वास के साथ और आशा से भरकर है सच्चा विश्वासी आराधना करते हैं। उस बात के लिए प्रभु हम सबको सहायता करे कि हम लोग उस अच्छे रीति से कुछ सीखकर ना करें, बल्कि आत्मा के नियंत्रण में, आत्मा का कंट्रोल में रहकर आराधना करने के लिए प्रभु हम सबको सहायता करे। Praise the Lord. നമുക്ക് പ്രാർത്ഥിക്കാം. प्रभु ने हम सबको इस विषय में सहायता किया, धन्यवाद। प्रभु का महिमा हो।